ചെന്നൈയിൽ വന്നപ്പോൾ ഒരു സൺഡേ വന്നു. വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ പോണ്ടിച്ചേരിക്ക് ഞാൻ പ്ലാൻ ചെയ്തു. ലാസ്റ്റ് മിനിറ്റ് പ്ലാനിങ് ആയതുകൊണ്ട് ട്രെയിനിൽ ടിക്കറ്റ് കിട്ടിയില്ല. നേരെ റെഡ് ബസ്സിൻ്റെ ആപ്പ് എടുത്തു. ന്യൂഗോ എന്ന് പറഞ്ഞിട്ടൊരു ബസ്, ഇലക്ട്രിക്കൽ ബസ് സർവീസ് അവിടെ കണ്ടു. വളരെ ചീപ്പാണ്. 350 രൂപയ്ക്ക് ചെന്നൈയിൽ നിന്ന് പോണ്ടിച്ചേരി ന്യൂ ബസ് സ്റ്റാൻഡ് വരെ പോകാം. AC ബസ് സർവീസാണ്. രാവിലെ 6:40 ഞാൻ ബസ്സിൽ കയറിയത്. 9:10 ആയപ്പോൾ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് തന്നെ എനിക്ക് റെൻ്റൽ ബൈക്കിൻ്റെ ഷോപ്പും കിട്ടി. 350 രൂപയാണ് സ്കൂട്ടറിൻ്റെ ഒരു ദിവസത്തെ റെൻറ്റ്. 500 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും എൻ്റെ ID കാർഡും കൊടുത്ത് ഞാൻ വണ്ടി എടുത്തു. 200 രൂപയുടെ പെട്രോളും അടിച്ചിരുന്നു. 200 രൂപയുടെ പെട്രോൾ എനിക്ക് ആവശ്യം വന്നില്ല. ഏകദേശം 100 രൂപയുടെ പെട്രോളിൻ്റെ ദൂരമേ ഞാൻ അതിൽ യാത്ര ചെയ്തിരുന്നുള്ളൂ. ഡേ ടൈമിലുള്ള ട്രാവലിംഗ് ആയതുകൊണ്ട് ആവശ്യത്തിനുള്ള സൺ പ്രൊട്ടക്ഷൻ ക്രീമും തേച്ച് വണ്ടി എടുത്ത് ഞാൻ നേരെ ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് പോയി. 20 രൂപയുടെ എൻട്രി ടിക്കറ്റാണ് എനിക്ക് അവിടെ വേണ്ടി വന്നത്. ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് തിരിച്ചിറങ്ങിയിരുന്നു. അകത്തൊരു മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ഉണ്ട്, അക്വേറിയം ഉണ്ട്, ഒരു ടോയ് കാറുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് അവിടെ അത്യാവശ്യത്തിന് നല്ല രീതിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് ഇറങ്ങി ഏകദേശം 24 കിലോമീറ്ററോളം ദൂരമുള്ള ആരോവില്ലെ എന്ന എക്സ്പെരിമെൻ്റൽ ടൗണിലോട്ടാണ് ഞാൻ അടുത്തതായി പോയത്. അതിൻ്റെ വീഡിയോ പാർട്ട് 2 കാണാം. ഹായ്, പോണ്ടിച്ചേരി 1 ഡേ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഞാൻ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് നേരെ പോയത് ആരോവില്ലെ എന്നറിയപ്പെടുന്ന ഒരു എക്സ്പെരിമെൻ്റൽ ടൗൺ കോൺസെപ്റ്റിലുള്ള ഒരു സ്ഥലത്തോട്ടാണ് പോയത്. മിറ അൽഫാസ എന്ന ഫ്രഞ്ച് ഇന്ത്യൻ സ്പിരിച്വൽ ഗുരുവാണ് ഈ ആരോവില്ലയുടെ ഫൗണ്ടർ. മിറ അൽഫാസയുടെ ഡിസൈൻ പ്രകാരം ഫ്രഞ്ച് ആർക്കിടെക്റ്റായ റോജർ ആങ്കറാണ് ഈ കൺസ്ട്രക്ഷൻ വർക്കുകൾ മൊത്തം ചെയ്തിരിക്കുന്നത്. ആരോവില്ലെ ആക്ച്വലി ഇന്ത്യൻ ഗവൺമെൻറ്റും യുനെസ്കോയും എൻഡോഴ്സ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയൽ വില്ലേജ് ആണ്. ലോകത്തിലുള്ള ഏത് രാജ്യക്കാർക്കും ആരോവില്ലയിൽ വന്ന് താമസിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആരോവില്ലയിലെ ലിവിങ് രീതികളുമായിട്ട് ഇഴുകിച്ചേരാവുന്നതാണ്. ആരോവില്ലെ ഫുള്ളും സോളാർ പവറിലാണ് പവർ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ കൺസ്ട്രക്ഷൻസും മറ്റും ഒന്നും പ്രകൃതിയെ ഒട്ടും തന്നെ അലട്ടാത്ത രീതിയിലുള്ള കൺസ്ട്രക്ഷൻ രീതികളും മറ്റുമാണ് ആരോവില്ലെ ഫോളോ ചെയ്യുന്നത്. ആരോവില്ലയിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് മാതിർ മന്ദിർ എന്നറിയപ്പെടുന്ന ഒരു കൺസ്ട്രക്ഷനാണ്. ഗോൾഡൻ ഗ്ലോബ് പോലെയാണ് മാതിർ മന്ദിറിൻ്റെ കൺസ്ട്രക്ഷൻ. സന്ദർശകർക്ക് കുറച്ചധികം ദൂരത്ത് നിന്ന് മാത്രമാണ് മാതിർ മന്ദിർ കാണാൻ സാധിക്കുകയുള്ളൂ. ബാക്കി വിശേഷങ്ങൾ അടുത്ത പാട്ടിൽ കാണാം. ഹായ്, പോണ്ടിച്ചേരി 1 ഡേ ട്രിപ്പിൻ്റെ 3rd പാർട്ട് വീഡിയോ ആണിത്. ഞാൻ ആരോവില്ലയിൽ നിന്ന് നേരെ പോണ്ടിച്ചേരി ബീച്ച് സൈഡിലോട്ടാണ് വന്നത്. അവിടെ നിന്നൊരു 1.5 hours ബോട്ടിംഗ് പാക്കേജ് ഞാൻ എടുത്തിരുന്നു. പെർ ഹെഡ് 500 രൂപീസാണ് വരുന്നത്. പൊന്നിയിൻ സെൽവൻ 2 ഷൂട്ടിംഗ് ലൊക്കേഷനും ഒരു മാൻഗ്രൂവ് ഫോറസ്റ്റും ഹാർബറും അതുപോലെ തന്നെ കടലിൻ്റെ സ്റ്റാർട്ടിങ് വരെ പോകുന്ന ഒരു ബോട്ടിംഗ് ആണിത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് ഫ്രഞ്ച് കോളനിയിലാണ്. പോണ്ടിച്ചേരിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് അട്രാക്റ്റീവ് പോയിൻറ്റ്സ് ആണ് ഫ്രഞ്ച് കോളനി. ഫ്രഞ്ച് ആർക്കിടെക്ട് രീതിയിലുള്ള കളർഫുള്ളായിട്ടുള്ള ബിൽഡിങ്ങുകളും തൊട്ടടുത്തുള്ള പോണ്ടിച്ചേരി ബീച്ചും ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. വൈകുന്നേരങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും എല്ലാം നിങ്ങൾക്ക് ബീച്ചിൻ്റെ ഭംഗിയും എല്ലാം ആസ്വദിച്ച് അവിടെ നിൽക്കാവുന്നതാണ്. ട്രിപ്പിൻ്റെ ഉടനീളം ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് പോയതുകൊണ്ട് നല്ല രീതിക്ക് ഫുഡ് കഴിക്കാമെന്നുള്ള രീതിക്ക് ഞാൻ തൊട്ടടുത്ത് തന്നെയുള്ള ബീച്ചിൻ്റെ സൈഡിലുള്ള ഏഷ്യൻ ഹൗസ് എന്നുള്ളൊരു പബ്ബിലാണ് പോയത്. സൺഡേ സാറ്റർഡേയ്സ് അവിടെ DJ പാർട്ടിയൊക്കെ ഉള്ളൊരു പബ്ബാണ്. ഞാൻ ചെന്നത് ഏകദേശം ഒരു വൈകുന്നേരം 3 മണി 3:30 ആയപ്പോൾ ടൈമിലാണ്. അപ്പോൾ വൈകുന്നേരത്തെ DJ പാർട്ടിക്കുള്ള ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവരങ്ങനെ ആ ടൈമിൽ ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ടൈമല്ല. ഞാനവിടെ നല്ല രീതിക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് പോണ്ടിച്ചേരിയുടെ ടൗൺ ആ ഒരു ഏരിയയിൽ വന്നു. അവിടുത്തെ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒക്കെ ഏരിയയിലൊക്കെ ഒന്ന് കറങ്ങി കഴിഞ്ഞ് ഒരു 7 മണിയോടുകൂടി ഞാൻ തിരിച്ച് ചെന്നൈക്ക് പോന്നു.